ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സോ 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കും. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ അപ്ഡേറ്റ് ഒന്നുമല്ല, ഇതൊരു അപ്ഡേറ്റ് ന്യൂസ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ബട്ട് നമ്മുടെ കോറോസിംഗ് ഇന്ത്യയുടെ ഭാവി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ സെയിൽ ചെയ്തില്ലെങ്കിൽ സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അദ്ദേഹം ഇനി മുതൽ ഒരു കിഡല്ല, അഡൽട്ടായി 18 വയസ്സായി. സോ എന്തായാലും അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ വിഷ് നേരുന്നു. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിന് ബർത്ത്ഡേ വിഷ് നേരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹം ഇറങ്ങിയ 2 കളിയിലും അദ്ദേഹം അസിസ്റ്റ് ചെയ്തു. ആദ്യത്തെ 2 കളിയിലും, അതായത് ഇതിന് ഫസ്റ്റ് 11 അവസരം കിട്ടിയ 2 കളിയിലും അദ്ദേഹത്തിൻ്റെ വക അസിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിലും അദ്ദേഹം വന്നതിന് ശേഷം വലിയൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാകാൻ സാധിച്ചു. ആ ഒരു ജിഗ്ഗൻ്റെ ബ്ലോക്കിലായിരുന്നു ഒരു പക്ഷേ അതൊരു ഗോളായിട്ട് മാറിയേനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ടാലൻറ്റുള്ള 18 വയസ്സ് 17 വയസ്സിൽ ഇങ്ങനൊരു കളി കളിക്കുക എന്ന് പറയുന്നത് അതൊരു അപാര ടാലൻ്റാണ്. അതായത് ഇന്ത്യൻ ലെവലിൽ ഇങ്ങനത്തെ ഒരു കളി കളിക്കുക എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കളി കളിക്കുക എന്ന് പറയുന്നത് അപാര ടാലൻ്റ് തന്നെയാണ്. സോ നല്ല രീതിയിൽ പ്ലേയിങ് ടൈം ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയുടെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറായി മാറാൻ എല്ലാ സാധ്യതയുണ്ട്. അദ്ദേഹം പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ലെവലിൽ തന്നെ, അതായത് ഈ 18 വയസ്സിൽ ഈ ഒരു ലെവലിൽ ISLൻ്റെ ഈ ഒരു ലെവലിൽ ഇതിന് കൂടുതൽ മാച്ച് ടൈം മാത്രം കിട്ടിയാൽ മതി. വെളിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. വെളിയിലോട്ട് പോയാലും ചിലപ്പോൾ മാച്ച് ടൈം ഒന്നും കിട്ടത്തില്ല. ഇതുപോലെ നമ്മുടെ മികൽ സറ കൊടുക്കുന്ന പോലെ അദ്ദേഹത്തിനൊരു 60 മിനിറ്റ്, അദ്ദേഹത്തിന് ഫുൾ മിനിറ്റ് കളിക്കാൻ പറ്റില്ലായിരിക്കും. 60 മിനിറ്റ് 70 മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു 10 30 40 മിനിറ്റൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത് കൊണ്ടുവന്നാൽ മതി. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ കോറോസിങ്ങിൻ്റെ ബർത്ത്ഡേ വിഷ് നേരം നിങ്ങൾ ഒരിക്കലും മറക്കല്ല്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനോലോ മാർക്കസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും സെർജിയോ ലൊബേറയ്ക്കും അതുപോലെ തന്നെ ഹെബ്ബാസിനും ശേഷം 100 മാച്ച്, അതായത് ISL ഒരു കോച്ചായിട്ട് 100 മാച്ച് കംപ്ലീറ്റ് ആക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കോച്ചായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മനോലോ മാർക്കസ്. സോ ഞാൻ കണ്ടെത്തി വെച്ച് ഏറ്റവും ബെസ്റ്റ് കോച്ചാണ് കേട്ടോ. ഒരു 100 മാച്ച് കംപ്ലീറ്റ് ചെയ്ത ഹെബ്ബാസ് നല്ല കോച്ചാണ്, അതുപോലെ തന്നെ സെർജിയോ ലൊബേറ നല്ല കോച്ചാണ്, അതുപോലെ തന്നെ മനോലോ മാർക്കസ് എനിക്ക് അദ്ദേഹം ഒരു പിടി മുകളിലാണ്. എനിക്കറിയില്ല, ഒരുപക്ഷെ ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ ആ ഒരു ഹൈദരാബാദ് അദ്ദേഹം പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഇന്ത്യൻ പ്ലേയേഴ്സിന് അദ്ദേഹം നൽകിയ അവസരം വെറുതെ അവസരം മാത്രം നൽകിയല്ല, ആ ഒരു ടീമിനെ അദ്ദേഹം ടോപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതാണ് ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനോലോ മാർക്കസ് എന്ന കോച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം.